ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിമിത്തം നിമിഷാപ്രിയയുടെ വധശിക്ഷ 16-ാം തീയതി നടപ്പിലാക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പലവരും അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്ന രീതിയിലേക്ക് പോയത്. അതായത് നിമിഷാപ്രിയക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ വരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട കാര്യത്തെ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ 5 വർഷമായി നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് യമനിൽ പ്രവർത്തിക്കുന്ന സാമുവൽ എന്ന വ്യക്തി പറഞ്ഞത് നിമിഷാപ്രിയയുടെ മോചനം, അതായത് ഈ വധശിക്ഷ റദ്ദ് ചെയ്തത് ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അവിടെ തന്നെ അതുപോലെ തന്നെ കേരള ഗവർണറുടെയും മറ്റ് ഇടപെടൽ മാത്രമാ എന്നാണ്. കേന്ദ്ര സർക്കാർ പോലും സുപ്രീം കോടതിയിൽ മുദ്രവെച്ച ഇതിൽ പറഞ്ഞത് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അത് യമനുമായി ബന്ധമുള്ള ഒരു പണ്ഡിതൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ആ വാർത്ത നമ്മളൊക്കെ കേട്ടതല്ലേ. അങ്ങനെയൊക്കെ ഇതെല്ലാവരൊക്കെയാണ് ഇന്നിപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റഹീമിനെ, അതായത് അബ്ദുറഹീമിനെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നുള്ള ഒരു ഇത് നമ്മൾ കണ്ടത്. അതിന് മോചന ദ്രവ്യമായി അതിന്റെ കുടുംബക്കാർ 34 കോടി രൂപയാണ് ചോദിച്ചത്. ഈ 34 കോടി രൂപ സുരിവിക്കിന് വേണ്ടി ബോച്ചയുടെ നേതൃത്വത്തിൽ നാട്ടിലൊട്ടാകെ പിരിവ് നടത്തിയപ്പോൾ പലവരും അന്ന് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യമനിൽ കഴിയുന്ന നിമിഷാപ്രിയക്ക് എന്തുകൊണ്ട് ഇവർ ഒരു ഫണ്ട് പിരിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് നിമിഷാപ്രിയക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല എന്നത്. അതേ ചോദിച്ചവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ കൊലയാളിയെ എന്തിനാണ് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് കാസയുടെ പ്രസിഡന്റ് പീറ്ററിനെ പോലെ അവരൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുണ്ടായി ചാനലിൽ വെച്ചിട്ട്, ഞാൻ നിമിഷാപ്രിയയെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ എതിരെ എന്നാണ്. ഇതേ വ്യക്തി തന്നെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് നിമിഷാപ്രിയയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന കാര്യം. ഇവരൊക്കെ അന്ന് നിമിഷാപ്രിയക്ക് വേണ്ടി ശബ്ദിച്ചതാണ്. നിമിഷാപ്രിയയുടെ ജീവന് വേണ്ടി കേടിയവരാണ്. അതായത് റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് 34 കോടി രൂപക്ക് വേണ്ടി ബോച്ചയുടെ നേതൃത്വത്തിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്നുകൊണ്ട് മലയാളികൾ ഒന്നിച്ചപ്പോൾ നിമിഷാപ്രിയയെ രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ട് ഈ കൂട്ടർ തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ച ഇതേ വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഒരു കൊലയാളി, അതും വളരെ ക്രൂരമായി കൊലപാതകം ചെയ്ത ആ വ്യക്തിയെ രക്ഷപ്പെടുത്തി ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു എന്നതാണ്. നിമിഷാപ്രിയയുടെ ജീവന് വേണ്ടി കേടിയവരൊക്കെ എന്തിനാണ് ഇപ്പോൾ നിമിഷാപ്രിയയുടെ ജീവൻ വേണ്ട എന്ന് പറയാനുള്ള മറിമായം സംഭവിച്ചത്? അതിന് പ്രധാന കാരണം AP അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തി ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹം ഇടപെട്ടത് കൊണ്ടാണല്ലോ തലാലിന്റെ കുടവുമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് വരെ എത്തിപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രെഡിറ്റ് AP അബൂബക്കർ മുസ്ലിയാറിന് വേണ്ട എന്നുള്ള ഒരു തോന്നലാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലേക്ക് പറയാൻ എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയാണ് ഇടപെട്ടതെങ്കിൽ കാസയുടെ പ്രസിഡന്റും ഈ പണിക്കറനും ഒക്കെ മൗനം പാലിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.